എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഡേ ഇൻ ലൈഫ് വീഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം എണീക്കുന്നതൊക്കെയാണ് എല്ലാവരും കാണിക്കാറ്. അപ്പം ഞാനിപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ മോനെ വിളിക്കണം, പിന്നെ അവൻ വന്നിട്ട് ഞാൻ രണ്ടാമത് എണീക്കുന്നതായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണിക്കണം. അതൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എണീറ്റ് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കിച്ചണിൽ കയറി ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, എന്നിട്ടാണ് പിന്നെ എൻ്റെ ജോലികളൊക്കെ തുടങ്ങുള്ളൂ കേട്ടോ. ആദ്യം ചോറ് വയ്ക്കാനുള്ള അരി കഴുകാം. പിള്ളേർക്ക് 6:30 പോകണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ 4:30 എണീക്കും. പഠിപ്പില്ലെങ്കിൽ കുറച്ച് നേരം വൈകിയാണ് കേട്ടോ എണീക്കാറുള്ളത്. രണ്ടുപേരും ചോറും കൊണ്ട് പോകും, പിന്നെ വൈകിട്ടാണ് വരാം. അപ്പോൾ ചോറ് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കറിൽ എങ്ങനെയാണ് ചോറ് വയ്ക്കുക എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കുറേ പേര് കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അവർക്ക് ചോറിലേക്ക് കൊണ്ടുപോകാനായിട്ട് പയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പയറാണെങ്കിൽ 2 പേർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വെണ്ടക്കായോ പച്ചപ്പയറൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരാൾക്ക് അത് പറ്റും, മറ്റാൾക്ക് ഇത് പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ 2 പേർക്കും പറ്റും. അപ്പോൾ അത് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരടുപ്പിൽ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചായ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ കട്ടൻ ചായ കുടിക്കുന്ന പതിവുണ്ട് കേട്ടോ, വെറും വയറ്റിൽ. അപ്പോൾ ചാച്ചേട്ടന് ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഇന്നലെ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ഞാനൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. പിള്ളേർക്കാണെങ്കിൽ പലഹാരം ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവർക്ക് പഠിപ്പുള്ള ദിവസം പലഹാരം വേണ്ടെന്നാണ് അവർ പറയുക. അതുകൊണ്ട് ഞാനിവിടെ എന്നും പലഹാരം ഉണ്ടാക്കലൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ പഠിപ്പില്ലാത്ത ദിവസം മാത്രമേ പലഹാരം ഉണ്ടാക്കാറുള്ളൂ. പിന്നെ വെള്ളയപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു ചാച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാനിന്ന് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് മാവ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉച്ച തിരിഞ്ഞിട്ട് കുട്ടികൾക്ക് കിണ്ണത്തിൽ കോരി വെച്ചിട്ട് കള്ളപ്പം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. കുറച്ച് നേരം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അപ്പം ഉണ്ടാക്കാനായിട്ട്. നേരത്തെ കുക്കറിൽ വെച്ചിരുന്ന ചോറ് വെന്തിട്ടുണ്ട്. അത് ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഊറ്റിയെടുക്കുകയാണ്. പിന്നെ പയർ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പയർ കാച്ചി കഴിഞ്ഞു. ഇനി പിള്ളേർക്കുള്ള ടിഫിൻ റെഡിയാക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നും അവർക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. കോഴിമുട്ട 2 പേർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതും റെഡിയാക്കി കഴിഞ്ഞാൽ ടിഫിൻ റെഡിയായി. ഇനി അവർ 2 പേരും പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലെ രാവിലത്തെ ജഗബോഗൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടിച്ചു വാരണം. പിന്നെ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ പോകണം. രാവിലെ ചെടിയൊക്കെ ഒന്ന് നോക്കാൻ പോകുന്ന പരിപാടിയുണ്ട്. പിന്നെ എൻ്റെ മുൻപത്തെ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, അടുക്കളയിൽ നിന്നിട്ട് ഇൻട്രൊഡക്ഷൻ പറയുന്നൊരു വീഡിയോ കണ്ടിട്ട് ആരൊക്കെയോ പറഞ്ഞിരുന്നു കിച്ചണിൽ എന്താ പാത്രങ്ങളൊന്നും ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കിച്ചൺ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഒരു മോഡേൺ കിച്ചണൊന്നും അല്ല, സാധാരണ നോർമലായിട്ടുള്ള ഒരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ അധിക നേരം ചിലവഴിക്കുന്ന എൻ്റെ ലോകം. ഇനി ഞാൻ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് ചെന്ന് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചെടികളുടെ അടുത്ത് പോയി അതിനെയൊക്കെ ഒന്ന് നോക്കും. അതൊരു മനസ്സും കൂടിയാണ് കേട്ടോ. അത് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് മനസ്സിന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇതിങ്ങനെ നമ്മളുടെ ചെടികളെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. പെറാലിക്കലൊക്കെ ചില ചെടികൾ ചിലപ്പോൾ പെരിച്ചാഴി മാന്തിയിടും, അല്ലെങ്കിൽ പൂച്ച ചാടിയിട്ട് ചില ചെടികൾ ഒടിഞ്ഞു കിടക്കുന്നൊക്കെ കാണാം. അപ്പോൾ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശരിയാക്കാം. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾക്കൊക്കെ രാവിലെ ഞാൻ ചെറിയ ഓസിട്ടിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതിൻ്റെ ലീഫിലൊക്കെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ നല്ല നേരിട്ടുള്ള നല്ല പൊള്ളുന്ന വെയിലുള്ളടത്താണ് കേട്ടോ ഇതിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒരു ദിവസം ഒഴിച്ചില്ലെങ്കിൽ തന്നെ ഉഷാറ് കുറഞ്ഞ ഒരു ചത്ത പോലെയാണ് ഇതൊക്കെ നിൽക്കുക. അതുകൊണ്ട് രാവിലെയും ഉച്ചരിഞ്ഞും നനച്ചു കൊടുക്കണം, സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണം, നനച്ചു കൊടുക്കാൻ വേണം കേട്ടോ. പടീനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെ എപ്പോഴും നനയ്ക്കണമെന്നില്ല. പക്ഷെ പൂച്ചെടികളൊക്കെ ആണെങ്കിൽ അതിന് എപ്പോഴും 2 നേരം നനച്ചു കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ വാടിപ്പോവും.
ഇത് കഴിഞ്ഞാൽ ഇനി വെയിൽ വരുമ്പോഴേക്കും കൊപ്ര വെയിലത്ത് വെക്കണം. കൊപ്ര കുറച്ചുകൂടി കൊത്താനുണ്ട് കേട്ടോ. ഇന്നലെ ഷാച്ചേട്ടൻ കുറേയൊക്കെ കൊത്തി തന്നിരുന്നു, പിന്നെ പിള്ളേർ കുറച്ച് സഹായിച്ചു. ഇനി കുറച്ചുകൂടി കൊത്താനുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കൊത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ഷീറ്റിലിട്ടിട്ട് ഞാനും ഷാച്ചേട്ടനും കൂടി പിടിച്ചത് വെയിലത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പരത്തി വയ്ക്കാം. പിന്നെ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടുവരാനുള്ള ഡപ്പയും നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കി വെക്കണം കേട്ടോ. ഇനി ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് നല്ല പെടയണ ബ്രാലിനെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ എനിക്ക് കൊല്ലാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ചാരത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഷാച്ചേട്ടൻ തന്നെയാണ് കൊന്നു തന്നത്. പിന്നെ ഞാനതിനെ നന്നായിട്ട് ഉരച്ചെടുത്തു. അപ്പോൾ കല്ല് വെച്ച് നല്ലപോലെ ഉരച്ച് തോലിലെ അഴുക്കൊക്കെ കളഞ്ഞ്, ചിലർ തോല് ചീന്താണ് കേട്ടോ ചെയ്യാറ്. ഞാൻ ചീന്താറില്ല, നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കറി വയ്ക്കാനും വറുക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. തല 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വറുക്കാൻ എടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് വറുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. വറുക്കാനുള്ളതിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തലയൊക്കെ ഇട്ടിട്ട് ഒരു മീൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വറുത്തതും മീൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഷാച്ചേട്ടൻ്റെ അമ്മയ്ക്ക് ബ്രാലിൻ്റെ തല കറി വെച്ചത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയും ചേട്ടത്തിയും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ എന്നും കിട്ടുന്ന മീനല്ലല്ലോ. അപ്പോൾ അമ്മയ്ക്കും ചേട്ടത്തിക്കും കുറച്ച് കറിയും വറുത്തതും കൂടിയിട്ട് ഞാൻ കൊണ്ടുകൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വാടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ക്യാബേജ് കൊണ്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനും ഇറച്ചിയൊക്കെ ആണെങ്കിൽ വെച്ചതും വറുത്തുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർക്ക് ഷാച്ചേട്ടനായാലും പിള്ളേർക്കായാലും അത് മാത്രം മതി എന്ന് പറയും. പിന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിലാണ് കൂടുതൽ കറികൾ വെക്കാറ് കേട്ടോ. കാരണം ഒരാൾക്ക് പറ്റുന്നത് വേറെ ആൾക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വേറെ വെക്കാറുള്ളത്. ഇനി നേരത്തെ വെള്ളപ്പത്തിന് മാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൽ ആവി വരുമ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ വെച്ചൊരു കള്ളപ്പം പോലത്തെ ഒരപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ എൻ്റെ കുളിയും ഡ്രസ്സ് അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കേട്ടോ. പിന്നെ എനിക്കിന്ന് അടിയനത്തിൻ്റെ തൈകൾ കൊടുക്കാൻ കാഞ്ഞാണിയിലേക്ക് പോകണം. അടിയനത്തിൻ്റെ തൈകൾ വാങ്ങിക്കുന്നവർ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അടിയനത്തിൻ്റെ തൈകൾ കണ്ടോ, വേര് പൊട്ടാതെ ഇങ്ങനെ പറിച്ചെടുക്കണം. ഇതിപ്പോൾ പൂഴിയിലാണ് വിത്ത് പായിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 600 തൈകളുണ്ട് കേട്ടോ. ഇതിങ്ങനെ മണ്ണൊന്നും ഇല്ലാതെ പറിച്ചെടുത്ത് അതേ രൂപത്തിൽ കവറിലിട്ടിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അഡീനിയം എങ്ങനെ ഇതുപോലെ മുളപ്പിച്ചെടുക്കാം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് തൈകളൊക്കെ ഒരു കവറിലാക്കി സ്കൂട്ടറിൽ വെച്ചിട്ട് ഇത് കാഞ്ഞാണിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കാഞ്ഞാണി. അപ്പോൾ ഹെൽമെറ്റ് എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഹെൽമെറ്റ് എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ. പിന്നെ ഉച്ചതിരിഞ്ഞ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അഴയില തുണിയൊക്കെ എടുത്ത് കൊണ്ടിട്ട് പിന്നെ കൊപ്ര ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ച് അങ്ങനെയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികളുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ ചെയ്യുക. ചെടികൾ ഒക്കെ ഒന്ന് ചെന്ന് നോക്കും, പിന്നെ അതിനെ നനയ്ക്കണം, അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു പാനസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ചട്ടി നിറഞ്ഞ് തിങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ചട്ടികളിൽ മാറ്റി നട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ബോർഡറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചട്ടിയിലേക്ക് മാറ്റി നടാമെന്ന് വിചാരിക്കുന്നത്. ഇത് ബോർഡറായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഈ പാനസ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ചട്ടിയിലേക്കും മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് വരി വരിയായിട്ടൊരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റി നട്ടത്. പിന്നെ ഞാനിന്ന് ഓർക്കിഡിന് പൂവിടാനായിട്ടുള്ള ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് കേട്ടോ. മിറാക്കിൾ 20 ആണ് എടുത്തിട്ടുള്ളത്.
ഇത് ഒരു 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് കേട്ടോ ഇത് അടിച്ചു കൊടുക്കുന്നത്. പൂവിടാനുള്ള സമയമാകുമ്പോഴാണ് ഇത് അടിച്ചു കൊടുക്കുക. ഈ സ്പ്രേ ബോട്ടിൽ വെള്ളം അത്ര അങ്ങോട്ട് ഫോഴ്സിൽ വരുന്നില്ല. ഇതിലെന്തോ ചെറുതായിട്ടൊരു കരട് കുടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും തൽക്കാലത്തിന് ഇത് ഇപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ വലിയ ഗാർഡൻ സെറ്റപ്പ് ഒന്നുമില്ല. ഞാൻ എൻ്റെ താല്പര്യത്തിന് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ഓസ് കൊണ്ടാണ് ഇന്ന് നനയ്ക്കുന്നത്. മോട്ടറിന് എന്തോ ചെറിയ കേട് പറ്റി. അപ്പോൾ അതിന് ശരിയാക്കണം. അപ്പോഴേക്കും ഈ ഓസ് കൊണ്ട് നനയ്ക്കുമ്പോൾ കുറേ നേരം പിടിക്കും നനയ്ക്കാനായിട്ട്. പിന്നെ പിള്ളേർ സഹായിക്കാറുണ്ട്. പക്ഷെ അവർ ക്ലാസ്സും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവരോട് വന്നപ്പോഴേക്കും നനയ്ക്കാൻ പറയുമ്പോൾ അവർക്ക് ക്ഷീണമല്ലേ. അതുകൊണ്ട് ഞാനിന്ന് നനയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് മക്കൾ സഹായിച്ചൊക്കെ തരാറുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് നനയ്ക്കാനൊരു ഉഷാറുണ്ട് കേട്ടോ. അപ്പോൾ നന കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇനി ഒരു ഇരുട്ടാവും. വിളക്ക് കത്തിച്ച് നാമം ചെല്ലാനായി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.